കൂവപ്പടിയുടെ വിവിധ മേഖലകളിൽ കുടിവെള്ളമില്ല. പ്രതിഷേധവുമായി നാട്ടുകാരും UDF നേതാക്കളും രംഗത്ത്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരോട് കയർത്ത് പ്രദേശവാസികൾ. പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന് അധികൃതരുടെ ഉറപ്പ്. എത്ര പ്രാവശ്യം ഞാനിപ്പോ എക്സിറ്റ് ചേർന്ന് വന്നു, അന്ന് തുടങ്ങി മോട്ടറിന്റെ കംപ്ലൈന്റ് തന്നെ പറയുന്നത്. നിങ്ങൾ നമുക്കങ്ങനെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ MLA ആസ്തികത്തിന് ഫണ്ട് ഇഷ്ടം പോലെയാണ്. ഈ എല്ലാ കാര്യങ്ങൾക്കൊക്കെ MLA ഫണ്ട് തരുമായിരുന്നു. നിങ്ങൾക്ക് പ്രപ്പോസൽ ഉണ്ടോ ഫണ്ട് ഉണ്ടല്ലോ എന്നുള്ള കുടിവെള്ള കാര്യങ്ങൾക്കാണെങ്കിൽ MLA കാര്യങ്ങൾ രാത്രി 9:30 വിളിച്ചേക്കാണ്. ടാങ്ക് തുറക്കണം. ഞാനപ്പോ തന്നെ വിളിച്ചിരുന്നു. ഞങ്ങൾ സെൻസർ വെച്ചേക്കാണ്. ഞങ്ങൾക്ക് 1:09 കണ്ട 1:90 കൊടുക്കാതെ MLA വിളിച്ചത് ഫുള്ളാന്ന് പറഞ്ഞാണ് ഒരു മെമ്പർ വിളിക്കുന്നത്. രാവിലെ ഇന്നലെ വിളിച്ചോണ്ടിരിക്കുക 2:30 അങ്ങനെ ഓരോ മെമ്പർ തന്നെ വിളിക്കുന്നുണ്ട്, ഓരോ മെമ്പർമാരും പറയുന്നുണ്ട് ഞങ്ങളുടെ വിഷയം സോൾവ് ചെയ്ത. അപ്പൊ ഒരാളുടെ വിഷയം സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എല്ലാവരുടെ വിഷയവും അവതാരത്തില്ല. അന്ന് ടാബ് മെമ്പർ പറഞ്ഞതാ ആ നിൽക്കുന്ന ലെവലിൽ ടാങ്ക് പറഞ്ഞാൽ ടാബ് മെമ്പറിൽ ഏരിയ വെള്ളം കിട്ടും. കറക്റ്റാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പറ അയിമൊഴി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കിട്ടൂല. എന്ത് ചെയ്യും ഞങ്ങൾ ഇതിന്റെ ഇടയിൽ നിൽക്കാണല്ലോ. സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് കൊണ്ട് വെള്ളം കൊടുക്കേണ്ട എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കിട്ടണമെന്ന ആഗ്രഹം എനിക്ക് ഉണ്ടായി. ആ ടാങ്ക് മൊത്തം നിറഞ്ഞതിന് ശേഷം എനിക്ക് തുറക്കാൻ തുറന്നോളൂ. അതിനുശേഷം തുറന്നോളൂ. രാത്രി 2:30 ടാങ്ക് തുറന്നു വെളുപ്പിന്. എന്നോട് ഇന്നലെ രാത്രി 2 മണിക്ക് വെള്ളം 2 സപ്ലൈ ആണ് വേണ്ടത്. കൂവപ്പടി ഗ്രാമപഞ്ചായത്തിലെ 14, 15, 16 വാർഡുകളിൽ ഉൾപ്പെടുന്ന പുളിയാമ്പിള്ളി, 4 സെന്റ്, കല്ലുമല, ലക്ഷം വീട്, കാവുംപുറം പ്രദേശങ്ങളിൽ കുടിവെള്ള ലഭ്യത മുടങ്ങിയിട്ട് ദിവസങ്ങളായി. നാട്ടുകാർ പരാതികൾ പറഞ്ഞു മടുത്തു എങ്കിലും അധികൃതർ ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ആക്ഷേപം. ദിവസങ്ങൾ പിന്നിട്ടിട്ടും കുടിവെള്ളം ലഭിക്കാതെ ആയതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. AEയെയും AICനെയും നിരന്തരം ഞങ്ങൾ വിളിക്കുകയും അതിൻ്റെ ഭാഗമായി 2 ദിവസം മുൻപ് വെള്ളം വിട്ടേക്കാമെന്ന് പറയുകയും ഏകദേശം രാത്രിയാണ് ആ പ്രദേശങ്ങൾ മലപ്രദേശമായതുകൊണ്ട് കുന്നും പ്രദേശമായതുകൊണ്ട് രാത്രി കാലങ്ങളിലാണ് ഇവർക്ക് വെള്ളം കിട്ടുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകൾ 12 മണി, 1 മണി, 2 മണി സമയത്ത് ഉറക്കമൊളിച്ചിരുന്നാണ് ആ പ്രദേശത്തുള്ള ആളുകൾ വെള്ളം ശേഖരിക്കുന്നത്. ഈ കഴിഞ്ഞ 2 ദിവസം മുൻപ് വെള്ളം വിടാമെന്ന എന്നാണ് AICയും AEയും എനിക്ക് ഉറപ്പ് തന്നത്. അതനുസരിച്ച് കഴിഞ്ഞ 2 ദിവസം മുൻപ് വെള്ളം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ആളുകൾ ഉറക്കമൊളിച്ചിരുന്ന് വെള്ളം പിടിക്കാൻ നിന്ന സമയത്ത് വെള്ളം കിട്ടിയില്ല. അതിനുശേഷം ഇന്നലെയും ഞാൻ AEയും AICയുമായി ബന്ധപ്പെട്ടു. ഇന്നലെ രാത്രി 2 മണിയോടുകൂടി ആ പ്രദേശത്തെല്ലാം വെള്ളം എത്തുമെന്നാണ് എനിക്ക് ഉറപ്പ് AEയും AICയും തന്നത്. ഈ പറയുന്ന ഇന്നലെയും രാത്രി 2 മണിക്ക് ഏകദേശം 3 മണിയോടുകൂടി ഒരു വീട്ടുകാർ എന്നെ വിളിച്ചു, വെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം തുറന്നു വിട്ടു, പക്ഷേ വെള്ളം അങ്ങോട്ട് എത്തുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും AEയുടെയും AICയുടെയും അലംഭാവമാണ് വെള്ളം ഈ പ്രദേശങ്ങളിൽ എത്താതിരിക്കുന്നത്. പരാതിക്ക് പരിഹാരമില്ലാതായതോടെ നാട്ടുകാരും UDF നേതാക്കളും ചേർന്ന് പെരുമ്പാവൂർ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പ്രതിഷേധവുമായി എത്തി. ഉദ്യോഗസ്ഥർക്കെതിരെ ഇവർ കയർത്ത് സംസാരിച്ചു. പ്രതികരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഞങ്ങൾ കേൾക്കണത്തിരക്ക് സാറ് സമാനം പറയുക. സാറ് ഞങ്ങൾ മാന്യമായിട്ട് സാധനം പറഞ്ഞേ. അപ്പൊ സാറൊന്നും കാണിക്കണേ. അപ്പൊ ഞങ്ങൾ കേട്ടതിരക്ക് ആരോട് സമാനം പറയും. സാറോടൊന്നും പറയുക. സാറ് ചെയ്യണേ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്യണേ. അതെന്താ സാർ മനസ്സിലാക്കാത്ത? സാർ വ്യക്തമായിട്ടൊരു ഉദാഹരണം പറഞ്ഞായിരുന്നു. നാളെ തുടങ്ങി നിങ്ങളൊരു മാസ്ക് വെച്ച് ഞങ്ങളുടെ കൂടെ വാ. അവരെ ബുദ്ധിമുട്ട് അവരെ വിഷമം നിങ്ങൾ അറിയണം. മിനി ബാബു, ഷീബ എൽദോസ്, സുനിൽ P. ജോൺസ്, ജിജി സെൽവരാജ് എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കൂടി ആ ടാങ്കിൽ, അതായത് കയ്യുത്തിയാലുള്ള വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിൽ നിറച്ച് വെള്ളമടിച്ച് ഏകദേശം 6 മണിക്ക് വാൽവ് തുറക്കുമെന്നും അതോടൊപ്പം ഏകദേശം 8 മണി 9 മണിയോടുകൂടി നമ്മുടെ വാർഡുകളിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തുമെന്നുമാണ് AICയിൽ നിന്നും AEയിൽ നിന്നും കിട്ടിയ ഉറപ്പ്. അവസാനം എത്രയും വേഗം കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന അധികൃതരുടെ ഉറപ്പ് ലഭിച്ചതോടെ മാത്രമാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. കാവുംപുറം കിഴക്കേ അയ്മുറി മേഖലയിൽ കഴിഞ്ഞ 6 ദിവസമായി കുടിവെള്ളം എത്തിയിട്ട് വളരെ ദുരിതമനുഭവിക്കുന്ന കോളനികൾ ഒട്ടനവധി അവിടെയുണ്ട്. 4 സെന്റ് കോളനി, പുളിയാമ്പള്ളി കോളനി, ലക്ഷം വീട് കോളനി, കല്ലുമല കോളനി ഉൾപ്പെടെ നിരവധി കോളനികൾ ഉള്ളൊരു പ്രദേശമാണ്. കഴിഞ്ഞ 6 ദിവസമായിട്ട് അവിടെ വെള്ളം കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ
രാഷ്ട്രീയ പ്രതിനിധികളും അതുപോലെ UDF-ൻ്റെ സ്ഥാനാർത്ഥികളും ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും AXയും AEയും കാണുന്നതിനും ഈ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് ശേഷമേ ഇവിടെ നിന്ന് പോകുള്ളൂ എന്നുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ആളുകൾക്ക് വെള്ളം കൊടുക്കുന്നതിന് ഉദ്യോഗസ്ഥർ തടസ്സം നിൽക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളത്. അവിടെ LDF-ൻ്റെ പ്രവർത്തകർ ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുക്കുന്നു. അത് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കിട്ടിയതാണെന്ന് അവിടെ പ്രചരിപ്പിക്കുന്നു. അത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിനുള്ളൊരു ഒരു ശ്രമമാണ് ഈ ദിവസങ്ങളിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.